अच्छा अच्छा अच्छा, तो कब आना है? मैं कब आएगा? 1-2 हफ्ते के अंदर आ जाऊँ इंशाल्लाह। इंशाल्लाह। क्या क्या ഇഷ്ക് റസൂൽ അവിടെ സ്റ്റക്ക് ചെയ്യുക. ഇഷ്ക് റസൂലിന്റെ ശബ്ദം കേൾക്കുന്നതിന് ഒന്ന് അവിടെ സ്റ്റക്ക് ചെയ്യുക, ഒന്ന് പോസ് വെക്കുക. ആ നൗഷാദ് സാഹിബ് പറഞ്ഞ ഒരു നല്ല ഐഡിയ ആണ്. ഇഷ്ക് റസൂൽ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്ന് അവിടെ പോസ് ചെയ്യുക. ഓക്കെ ഓക്കെ, പോസ് ചെയ്യുക. അതിനപ്പുറം വെക്കരുത്. ഞാൻ ഇൻഷാല്ലാ ഇടക്കിടക്ക് ഒന്ന് ചാടും. അപ്പൊ നൗഷാദ് സാഹിബ് പറഞ്ഞതുപോലെ ഒരിക്കൽ എന്തായാലും കേട്ടല്ലോ. രണ്ടാമത്തേത് ഇങ്ങനെ കട്ടായിട്ട് നമുക്ക് കേൾപ്പിക്കാം. അത് തർജ്ജമ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഈ സാധനത്തിന് കിട്ടിയത് തന്നെ. കാരണം എന്തെന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആര് വിളിച്ചാലും ഈ സാധനത്തിന് കിട്ടൂല. ഡയറക്റ്റ് ആര് വിളിച്ചാലും എല്ലാവരും വിളിക്കാനും ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം ഡയറക്റ്റ് ആര് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടൂല. ആദ്യം ഒരാളെടുത്തു, അയാൾ അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തു തന്നെ, എങ്ങനെയാ നോക്കാൻ വേണ്ടി നമ്മളാരാ മോൻ. അത് കഴിഞ്ഞിട്ട് നമ്മളെ സാക്ഷാൽ ഇപ്പൊ മറ്റേ വായുവില് തറ ഇട്ടില്ലല്ലോ കല്ല്, അതിനു വേണ്ടി വന്ന നമ്മളെ ഇമ്രാൻ സാഹിബില്ലേ, അദ്ദേഹം ഫോൺ എടുത്തു. അദ്ദേഹത്തിനും വെട്ടിച്ചു. അദ്ദേഹത്തിന് നല്ല സോപ്പിട്ട് കുളിപ്പിച്ച് അവിടെ ഇരുത്തി. പിന്നെ നോക്കുമ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ഷേഖായ ജാലിയവാല കുളിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആ സമയത്ത് കഴിയാത്തത് കൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോ നമ്മുടെ സാക്ഷാൽ മുറബിയായ ഷേഖ് ജാലിയവാലിനെ കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം പറഞ്ഞത് ദസറ ആഘോഷമാണ്, അദ്ദേഹത്തിന്റെ പുറത്തുകൂടി നല്ല ഒച്ചപ്പാടുണ്ട്, ശക്തമായ ഒച്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി 1 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം വിളിക്കുക എന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് ബോഡി ഗാർഡ് ആരുമില്ല. ഡയറക്റ്റ് നമ്മുടെ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ഷേഖായ ജാലിയവാലിനെ തന്നെ കിട്ടി. ജാലിയവാലിനോട് കുശലാന്വേഷണങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സൗദിയിലാണ്, എന്റെ കഫീലിന് വേണ്ടി നിങ്ങളെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാദുകൾ ഉണ്ടെങ്കിൽ അതിൽ ചില ആസാദുകൾ എന്റെ കഫീലിന് വേണം, അതിനുവേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വരാം, അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ ഉടനെ സാധനം കിട്ടൂലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കസ്റ്റംസ് റെയ്ഡൊക്കെ വരുന്ന സമയത്ത് സ്റ്റോക്ക് മാറ്റി വെച്ചെന്നെല്ലാം പറയുന്ന പോലെ അതുപോലെ തൽക്കാലത്തേക്ക് അത് റെയ്ഡ് പേടിച്ചുകൊണ്ട് മാറ്റി വെക്കുന്നത് പോലെ തൽക്കാലം അബ്ദുറഹ്മാൻ ബാബ എന്ന് പറയുന്ന ഒരാളടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബാബ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മൗലാന എന്തോ സാധനമാണ്, അയാളടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ ചിലർ വളരോ എന്നുള്ള ചോദിച്ചിന്. അപ്പൊ അതിന് മറുപടിയാണ്, കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോ സാധനങ്ങളൊക്കെ 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് മാത്രമേ വളർന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഒന്നും കൂടി തുറന്നു നോക്കട്ടെ, ഇതെന്താണ് കോഴിയാണോ ദിവസം വളരാൻ വേണ്ടി? കഴിഞ്ഞ ആഴ്ച 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് പൈപ്പിന്റെ കടയായിട്ടുണ്ടായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്. കാരണം നമ്മളാണ് ഈ പ്ലംബിങ്ങിന്റെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ ഇഞ്ചസിന്റെ കാര്യം പറയാ. ഏതായിരുന്നാലും 1/2 ഇഞ്ച് 3/4 ഇഞ്ച് 1 ഇഞ്ച് വരെ വളർന്നിട്ടുള്ളൂ. അപ്പോ അത് കുറച്ചും കൂടി വളർന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാഹ് തരാം. അപ്പൊ ഞാൻ വരണ്ടേ? അടുത്ത ആഴ്ച വന്നാൽ കിട്ടൂലേ? അല്ല കിട്ടും, നിങ്ങൾ വാ, ഞാനത് ഒന്നും കൂടി നാളെ ഒന്ന് നോക്കട്ടെ, നോക്കിയിട്ട് കിട്ടുമെങ്കിൽ ഇൻഷാല്ലാഹ് തരാം എന്ന് പറഞ്ഞിട്ട് അതുവരെയാണ് നിങ്ങൾ ഇപ്പൊ കേട്ടത്. സംഭവം അതുവരെയാണ്. ഇനി ഇൻഷാല്ലാഹ് ഓരോന്ന് കഴിയുമ്പോ ഇഷ്ക് റസൂൽ, ഞാൻ മൈക്ക് ചാടിയാൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് വീണ്ടും ഇടണം. ഇതിന്റെ ബാക്കി ഞാൻ മൈക്കിൽ ചെയ്യുന്നു. ഇഷ്ക് റസൂൽ മൈക്കിലേക്ക് വരട്ടെ. फिर कोई मुश्किल नहीं है ना, थोड़ा थोड़ा बात कर लेंगे ना आप अरबी में। आदमी में थोड़ा मैं वो बात तो समझ पाऊंगा पर आती नहीं मेरे जबान से। अच्छा, तो उसको बात करेंगे तो कैसा बात, क्योंकि वो पूछताछ करेंगे शायद कुछ അവിടെ ഒന്ന് പിടിച്ചോ ഇഷ്ക് റസൂൽ അവിടെ ഒന്ന് പിടിച്ചോളൂ, പോസ് അവിടെ ഒന്ന് പിടിച്ചോളൂ. അതിന്റെ ഇടക്ക് വല്ലാതെ ഹാക്കർ ഐഡികൾ കളിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവരൊക്കെ വരട്ടെ ഇൻഷാല്ലാ. ഇപ്പൊ പറഞ്ഞ ഇതുവരെ പറഞ്ഞു ഞാൻ അവരെയും കൂട്ടി ചെയ്യണ്ടേ, അറബി അറിയുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോ പറയാണ് അറബി അറിയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഇപ്പൊ എവിടെയോ പോയിട്ടാ ഉള്ളത് എന്ന്. ഷേഖില്ലേ അറിയാലോ, പിടികിട്ടിയത് അറബി അറിയില്ല. പിന്നെ ഒരു കാര്യം, ആരോപണമല്ല, സംശയം ഉണ്ട്. ആളൊന്ന് കോട്ടറായി അടിച്ചിട്ടുണ്ടെന്ന് ഒരു സംശയം ഉണ്ട് കേട്ടാ. സംസാരം ആകെ കുഴഞ്ഞ് ഇങ്ങനെ വരികയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലിയർ കുറവ്. ഏതായിരുന്നാലും അപ്പോ ഞാൻ ചോദിച്ചു, അറബി നിങ്ങൾക്ക് അത്യാവശ്യം അറബി അറിയാലോ, നിങ്ങൾ സംസാരിക്കില്ലേ? ഇല്ല, എനിക്ക് അറിയേയില്ല. തീരെ അറിയില്ലേ?
ഇല്ല, ഞാൻ 2000 ഇറാനിൽ പോയിരുന്നു. അപ്പൊ കുറച്ച് അറബി അറിയായിരുന്നു, ഇപ്പൊ തീരെ അറിയില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരുടെ മുറബിയായ ഷേഖ്, DC ആയിട്ടുണ്ടോ, മുറബിയായ ഷേഖ് ജാലിയവാല പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തീരെ അറബി അറിയില്ല. അപ്പൊ മുറബിയായ ഷേഖിന്റെ സുന്നിസം നൗഷാദ് സാഹിബ്, നിങ്ങൾ വെറുതെ പോലെ താടി മാത്രം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ അദ്ദേഹത്തെ പിന്നെ അങ്ങനെ കളിയാക്കണ്ട. അദ്ദേഹത്തിന് അറബിയും അറിയില്ല. അപ്പൊ എന്റെ അറബിനോട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ? അയാൾക്ക് അതും അറിയില്ല. അപ്പൊ ആരാ ഇംഗ്ലീഷ് സംസാരിക്കുക? ബഹു, അതായത് മകന്റെ ഭാര്യ ഇംഗ്ലീഷിൽ സംസാരിക്കും. ये बाल का नहीं पूछ रहा हूँ, वो रखने के लिए चांदी का एक अच्छा डब्बा लेने का है ना उधर से, उसको बता देंगे कौन सा मिले. അവിടെ ഒന്ന് പിടിച്ചോളൂ ഇഷ്ക് റസൂൽ. അപ്പോ പിന്നെ ഇപ്പൊ എന്തായാലും കൊള്ളന്റെ അടുത്ത് കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ മുടിക്ക് പൈസയില്ല. മുടിക്ക് എന്തായാലും ഇപ്പൊ പൈസ അദ്ദേഹം വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ആര് പോകുമ്പോ ദയവ് ചെയ്ത് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാലോ, ബോംബെ ടച്ച് ആയിട്ട് പോകുമ്പോ ടിക്കറ്റില് ഇത്തിരി കൊള്ളന്റെ അടുത്തുള്ള കൊള്ളുന്നുണ്ട്, ഗൂഗിളിലൊക്കെ വരുന്നുണ്ട്. എന്നെ കൊണ്ട് ഗൂഗിൾ സൈൻ ഔട്ട് ചെയ്യിപ്പിക്കരുത്. അപ്പോ ബോംബെ വഴി പോകുക, മുടി ഫ്രീ ആണ്. ഒരു വെള്ളി പാത്രം ഉണ്ട് നമ്മൾ ആക്രി കച്ചവടക്കാരന്റെ കയ്യിൽ, അത് വാങ്ങിക്കേണ്ടി വരും. അതിന് പൈസയുണ്ട്. ഇനി വെള്ളിപ്പാത്രവുമായിട്ട് ആ പ്രത്യേകതരം പാത്രം നിങ്ങളായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇനി അറിഞ്ഞുകൊണ്ട് വല്ലതും കൊടുത്താലും പ്രശ്നമില്ലാന്ന്. അപ്പൊ മുടിക്ക് പൈസയില്ല, മുടി ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് അറിയിച്ചത്. ഞാൻ വിചാരിച്ചു 500 രൂപയാണ് ഇതുവരെ അതിന്റെ വില, 500 രൂപ എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ മറ്റു വല്ലതും കൊടുത്താൽ മതി, എന്നാലും കിട്ടും ഇൻഷാല്ലാ. പക്ഷെ ആക്രി കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ ബാവ എന്ന് പറയുന്ന ആളുണ്ട് അതിന്റെ അപ്പുറമുള്ള കടക്കാരൻ, ചിലപ്പം ഇത് രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. നമ്മൾ ഈ പോലീസുകാരൊക്കെ ചിലപ്പോൾ ഫൈനിൽ പിടിച്ചാല് ഇപ്പം കൈക്കൂലി വാങ്ങിക്കുന്നത് വലിയ ശിക്ഷ ആയതുകൊണ്ട് ഇപ്പൊ പോലീസുകാരുടെയൊക്കെ ചിലപ്പോൾ ചില അടവുകളുണ്ട്. എന്താണ് പിന്നെ ചില കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസുകാർ പറയാറുണ്ട്, പിന്നെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ആ ചായക്കടയിൽ ഒരു പൈസ കൊടുക്കാൻ എന്റെ അവിടെ കൊടുത്തേന്ന് പറയും. വൈകുന്നേരം പോകുമ്പോൾ ഇതേ വാങ്ങിച്ചിട്ട് പോകും. അപ്പറഞ്ഞതുപോലെ എന്റെ അടുത്ത് തന്നെ വെള്ളിപ്പാത്രം വാങ്ങിക്കണം എന്നില്ല. അബ്ദുറഹ്മാൻ ബാബന്റെ കടയുടെ തൊട്ടപ്പുറം അവിടുന്നോ എവിടുന്നോ ആയാലും വാങ്ങിച്ചാൽ മതി, വെള്ളിപ്പാത്രം എന്തായാലും വേണം എന്നുള്ള ഒരു ഇതിനാ അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ മൈക്കിൾ ഈസി. इसका सिलसिला वगैरह पूछेंगे तो क्या बोलूं उसको मैं. പിന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ നമ്മളെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നിട്ടുണ്ട്. സനത് ഉണ്ടോന്ന് ചോദിക്കുമ്പോ ആരാ ബൗൺസ് ചെയ്തത്? അപ്പൊ സനത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളെ ആള് പറയുന്നത് സനതൊന്നുമില്ല. ആദ്യം പറഞ്ഞ സനതൊന്നുമില്ല, അത് പിന്നെ നേര് പരിശോധിക്കും. എങ്ങനെയാ നേര് പരിശോധിക്കുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കുക ആളുകൾ. 200 വാട്ടിന്റെ ബൾബ്, 110ന്റെ അല്ല, 100ന്റെ അല്ല, 110 സുന്നി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റൂമിൽ വരാറുണ്ട്. 100ന്റെ ബൾബും അല്ല, 110ന്റെ ബൾബും അല്ല, 200 വാട്ടിന്റെ ബൾബ് ഇട്ടിട്ട് അതിന്റെ താഴത്ത് ഒരു തുണി വിരിച്ചിട്ട് അതില് നേര് പരിശോധിച്ചു നോക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, അതില് നേര് പരിശോധിച്ചു നോക്കും. നേര് പരിശോധിച്ചിട്ട് നിയല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരൂല. സംഭവം ശ്രദ്ധിക്കണേ, നിയല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധനം തരൂല. നിയല് ഇല്ലെങ്കിൽ അത് റസൂലുള്ളാഹിന്റെ ഷാരൂബാറക്കാണെന്ന് മനസ്സിലായിക്കൊണ്ട് അത് നിങ്ങൾക്ക് തരും. എന്നിട്ടോ സനത് എന്ന് പറഞ്ഞ സാധനം എന്താണ്? നമ്മൾ നോക്കുമ്പോൾ നേരെ ഉണ്ടായിട്ടില്ല, അതിനാരൊക്കെ സാക്ഷി? പോയ ഞാൻ സാക്ഷി, ആരെങ്കിലും ബൈബോക്കനുണ്ടെങ്കിൽ അയാളും സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒരു സീലും അടിച്ചിട്ട് ഒരു സാധനം തരും. അത് തന്നെയാണ് സനത്. അതിന്റെ അപ്പുറം ഇല്ല സനത്, ഇനി ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പിന്നെ ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞു നേല് നോക്കുമ്പോ നേല് ഇല്ലത് നമ്മക്ക് തരൂല, നേല് ഇല്ലാത്തത് നമ്മൾക്ക് തരും. നേല് ഇല്ലത് റസൂലുള്ളാഹിന്റേതല്ല, നേല് ഇല്ലാത്തത് റസൂലുള്ളാഹിന്റേതാണെന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ നേരില്ലാത്ത സാധനം എങ്ങനെയാ അവിടെ വരുന്നത് നോക്കുമ്പോ പറഞ്ഞു. അപ്പൊ എത്ര സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹറെ മുബാറക്ക് സൂക്ഷിച്ചു വെക്കുന്നത്, എത്രമാത്രം അതിനെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഏതായിരുന്നാലും മിഷ്കെ റസൂൽ ബാക്കി ഭാഗങ്ങൾ വെക്കുക. മൈക്ക് വിളി ചെയ്യുന്നു. നൗഷാദ് സാഹിബ്, ഞാനല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് തർജ്ജമ ചെയ്യുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യണം. ഞാൻ മൈക്ക് ഇപ്പൊ റിലീസ് ചെയ്യുന്നു മിഷ്കെ റസൂലിന് വേണ്ടി. ഇഷ്ക് റസൂൽ അവിടെ നിൽക്കണം. ആ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ ഈ കുറെ ആള് ചായ ഇതെന്താ ചായ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചായ എന്ന് പറയുന്നത് കുടിക്കുന്ന ചായ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ചായ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നിയൽ എന്നുള്ള അർത്ഥമാണ്. അത് ഇത് മാറ്റുക. പിന്നെ
അദ്ദേഹം പറയുന്നുണ്ട് ഏത് ഈ സനതൊക്കെ ചോദിക്കുമ്പോ അത് ഇപ്പൊ ഞാൻ അങ്ങനെ ഇതാക്കല്ല, ഇപ്പൊ നമ്മൾ പിന്നെ നേരെ നോക്കിയിട്ട് സീലടിച്ച് കൊടുക്കലാണ്, കാരണം ചെറിയ ലഫ്ഡ ഉണ്ടായല്ലോ എന്ന്. ലഫ്ഡ എന്ന് പറഞ്ഞാല് ചെറിയ പിന്നെ അടിപിടി അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ, അതിനൊക്കെ ലഫ്ഡ എന്ന് പറയാം. അപ്പൊ ലഫ്ഡ ഉണ്ടായിരുന്നല്ലോ, എന്താ അപ്പൊ ലഫ്ഡ ഉണ്ടായത്? അപ്പൊ അല്ലല്ലോ, അത് കേരളത്തിൽ ഒരു ചെറിയ ലഫ്ഡ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ അതിന്റെ ഇതൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മ പറഞ്ഞ് നമ്മക്കൊന്നും അറിയില്ല, നമ്മൾ നേലുണ്ടോ നേലില്ലെന്ന് നോക്കും, വേറൊന്നും നമ്മക്കറിയില്ല, നേലില്ലാത്ത നമ്മൾ കൊടുക്കും, വേണമെന്നവര് വാങ്ങിക്കാം. എല്ലാവരും വിശ്വാസമല്ലേ? വന്നോളൂ ഇഷ്ക് റസൂൽ മൈക്കിലേക്ക്. अच्छा 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 वो जेरस भी नहीं हो रही, काला जेरस में काला काला आ रहा है सब। अच्छा 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 वो लेटर में ഇതിപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സനത് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഇയാൾ കൊടുക്കുന്ന സനത് എന്ന് പറഞ്ഞ സാധനം പിന്നെ നേര് പരിശോധന രണ്ടിന് സംശയം വേണ്ടായിരിക്കും. അയാൾ നേര് പരിശോധിക്കുന്നത് പോലെ 200 വാട്ടിലെ 400 വാട്ടില് അയാൾ എങ്ങനെയാണോ നേര് പരിശോധിക്കുന്നത് അതുപോലെ ഞാൻ എന്റെ തലയിലെ മുടി വെച്ച് പരിശോധിച്ചാലും അതിനും നേരുണ്ടാവൂല. നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? എന്റെ മുടി ഏത് രീതിയിലാണ് നമ്മൾ വെക്കുന്നത്, എപ്പോഴാണ് അതിന് നേര് വരുന്നത്, അതേ വെച്ചാൽ അതിനും നേരുണ്ടാവും. അതാണ് അവിടുത്തെ സംഭവം. പിന്നെ സനത് എന്ന് പറയുന്നില്ലേ, സനത് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ സാധനം എന്നറിയോ? ഈ സനത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേര് നോക്കി നേര് കണ്ടില്ല, അപ്പൊ റസൂലുള്ളാഹി നിങ്ങളും സാക്ഷി ഞാനും സാക്ഷി, വന്നാലും സാക്ഷി അവനും സാക്ഷി, എന്നോട് വൈക്കാൻ പോകുന്ന ആരെങ്കിലും അയാളും സാക്ഷി എന്നിട്ടുള്ള ഒരു സാധനത്തിൽ ഒപ്പിട്ട് തരുന്ന അത് തന്നെയാണ് സനത്. അപ്പൊ ഞാൻ ചോദിച്ചു അല്ലാന്ന് ഈ സനത് സിൽസില പിന്നെ സിൽസില എന്നുള്ള പാട്ടൊക്കെ കേൾക്കാറുണ്ട്. അപ്പൊ സിൽസില ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങ് ചങ്ക് കൊണ്ടപ്പോ പറഞ്ഞു ഉണ്ട്, ഇല്ല എന്ന് പറയാൻ കഴിയപ്പോ ഉണ്ട്. അപ്പൊ ഞാൻ അതെടില്ലേ, അത് ഒന്നല്ലേ ഇല്ലോ എന്റെ അടുത്ത്, അത് ഇങ്ങക്ക് തന്നാ പിന്നെ അണക്കെവിടെയാ സനത്ത്? കോപ്പി തന്നാൽ മതി, നമ്മൾക്ക് ഫോട്ടോ നമ്മൾക്കത് പിന്നെ നിങ്ങൾ അത് തരണ്ട, നിങ്ങൾ അതിന്റെ ഒരു കോപ്പി എടുത്ത് അത് തന്നെ എടുത്തോ. അപ്പൊ പറയാണ് പ്രിയപ്പെട്ട ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയായിരിക്കും, ചില ആളുകളുണ്ട് ചില കാര്യത്തിന് വേണ്ടി ഇക്കാമ കോപ്പി എടുത്ത് ഒരുപാട് പ്രാവശ്യം കോപ്പി എടുക്കും. നമ്മൾ തമാശക്ക് പറയാറുണ്ട്, എടാ ഒരുപാട് പ്രാവശ്യം അല്ല, അതുപോലെ തന്നെ പാസ്പോർട്ട് നാട്ടിൽ നിന്ന് വിസക്ക് വേണ്ടി കോപ്പി എടുക്കുന്നവരോട് പറയാറുണ്ട് നമ്മൾ, എന്താണ് എടാ അതിന്റെ കോപ്പി ഒരുപാട് എടുത്തല്ലോ, ഇനി കോപ്പി വരൂല എന്ന് തമാശക്ക് പറയുന്നത് പോലെ നമ്മുടെ ജാലിയവാലയും ഇത് കുറെ പഴയതല്ലേ, ഇനി കോപ്പി എടുത്താൽ കോപ്പി വരില്ല, ഇത് കറുത്തു കുറെ പഴയതല്ലേ എന്ന് അദ്ദേഹം പറയുന്നത് നോക്കണേ, ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ സനത് 1400 വർഷം പഴക്കമുള്ള തുണിയിൽ, ആ സനത് 1400 വർഷം പഴക്കമുള്ള സനത് 1400 വർഷം പഴക്കമുള്ള തുണിയിൽ പൊതിഞ്ഞു വെച്ചു എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. സനത് എന്ന് പറഞ്ഞ 1400 ഷെഹറെ മുബാറക്ക് ആണെങ്കിൽ അതിന് 1400 വർഷത്തിന്റെ പഴക്കം ഉണ്ടാവും. പക്ഷെ സനദിന് വർഷത്തിന്റെ പഴക്കം ഉണ്ടാവുക, അതിന്റെ വലിയ രസം. സനദിന് എങ്ങനെയാണ് 1400 വർഷത്തിന്റെ പഴക്കം ഉണ്ടാവുക? ശ്രദ്ധിക്കുക. മൈക്കിൾ ലിസൈൻ ഇഷ്ക് റസൂൽ വീണ്ടും വരിക.